ഗൈസ്, നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ? ഇതിന്റെ പേരാണ് ചെസ്നട്ട്. ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കിയാലോ? ഇത് നല്ല ടേസ്റ്റിയാ ഗൈസ്. ആരാ പറഞ്ഞു? എന്റെ അമ്മ ഇത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഗ്ലോബൽ വില്ലേജ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എങ്ങനെയാ കുക്ക് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞൂടെ. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് നല്ല ബോയിലിംഗ് വാട്ടർ ഒഴിച്ചതിന് ശേഷം ഇച്ചിരി സോൾട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഷുഗർ ഇട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷേ ഇത് ഷുഗർ ഇടാതെ ഉണ്ടാക്കുന്നത് കൂടുതൽ ഹെൽത്തി കേട്ടോ. അങ്ങനെ സോൾട്ട് ഇട്ട് ഒരു 15 മിനിറ്റ്സ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഹായ്, നിങ്ങളിത് കാണുന്നുണ്ടോ ഗൈസ്? ഈ ബബിൾസ് കാണാനുള്ള ഭംഗി കൊണ്ടാണ് എൻ്റെ അമ്മ വീഡിയോ സൂം ചെയ്തെടുത്ത് വെച്ചേക്കുന്നത്. ഗായ്സ്, നിങ്ങൾ നോക്കിയേ ഗായ്സ്, ഇങ്ങനെ പൂത്തിരി പോലെ വരുന്നത്. ഈ സാധനങ്ങളിൽ നിന്ന് ഈ ബോയിലിംഗ് വാട്ടർ ഇട്ടുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പൂത്തിരി പോലെ ഇങ്ങനെ വെള്ളത്തിലുള്ള ബബിൾ പൊങ്ങി വരുന്നത്. ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് എടുത്ത ശേഷം നമ്മൾ ഇതിന്റെ പുറത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാന്നറിയാം? ഇതുപോലെ ഒരുപാട് ഡീപ്പ് ആവാതെ ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് ഒരു ക്രോസ് മാർക്ക് ഇട്ട് കൊടുക്കണം. ചിലത് കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു ഗായ്സ്, പക്ഷെ ചിലത് കട്ട് ചെയ്യാൻ നല്ല ഈസി ആയിരുന്നു. Look at this guys, ഇതുപോലെ വരണം. ഇനി നമ്മൾ ആദ്യത്തെ പ്രോസസ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. വേറൊന്നുമല്ല, ബോയിലിംഗ് വാട്ടർ ഒഴിച്ച് സോൾട്ട് ആഡ് ചെയ്ത് ഇനി ഒരു 15 മിനിറ്റ്സ് കൂടി വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ കുമ്പളക്കുട്ടന്മാർ വീണ്ടും വന്നിട്ടുണ്ട് ഗായ്സ്. ഇനി നമ്മൾ കട്ട് ചെയ്ത ഭാഗം മുകളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ എയർ ഫ്രയറിൻ്റെ അകത്ത് ഈ ചെസ്നട്ട്സിനെ നമുക്ക് അടുക്കി വെച്ച് കൊടുക്കാം. ഒരു 200 ഡിഗ്രി സെൽഷ്യസ് 20 മിനിറ്റ്സ് അത്ര മതി ഗൈസ്. അതാ നമുക്ക് സേഫ്. എയർ ഫ്രയർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കിളാന്നിരിക്കും ഗൈസ്. അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും ഗൈസ്. ഇതുപോലെ നിങ്ങൾ ചക്കക്കുരുവും കപ്പയും ഒക്കെ ചുട്ട് കഴിച്ചിട്ടുണ്ടോ? ശരിക്കും അതേ ടെക്സ്ചറും ഏകദേശം സെയിം ടേസ്റ്റും. പക്ഷെ നമുക്ക് ചെറുതായൊന്ന് പണി പാകുക. ആക്ച്വലി ഷെവിൻ്റെ അകത്ത് നിന്ന് ഇതാ ഇങ്ങനെയാ വിട്ട് വരേണ്ടത്. പക്ഷെ നമുക്ക് എല്ലാം ഇങ്ങനെ ഈസി ആയിട്ട് ഇറക്കിയെടുക്കാൻ പറ്റിയില്ല. എന്നാലും കഷ്ടപ്പെട്ട് തോണ്ടിയെടുത്തൊക്കെ എൻ്റെ അച്ഛനും അമ്മയും കഴിച്ചു. പിന്നെ ഇതെൻ്റെ ചോയ്സ് അല്ല ഗായ്സ്, എനിക്കിതൊരു 1 ഫ്ലോപ്പ് ആയിരുന്നു. എനിക്ക് പറ്റിയ സാധനം അല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. വിഷമമുണ്ട്, വലിയ വിഷമമുണ്ട്. ഇഷ്ടപ്പെടുന്നവൻ അത് കഴിച്ചു.